ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ LSSനും USSനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ചെമ്പാണ്. ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹമാണ് ചെമ്പ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും പെട്ടെന്ന് നോക്കിപ്പോവാം. നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. ഏറ്റവും വലിയ കടൽ പക്ഷി ഏതാണ്? ഏറ്റവും വലിയ കടൽ പക്ഷിയാണ് ആൽബട്രോസ്. ഏറ്റവും വലിയ കടൽ പക്ഷി ഏതാണ്? ആൽബട്രോസ് ആണ്. മറക്കാതെ പഠിച്ചോളൂ. ഏറ്റവും വലിയ കടൽ പക്ഷിയാണ് ആൽബട്രോസ്. അടുത്ത ചോദ്യം: ഏറ്റവും വലിയ കോശം. ഉത്തരം ഇതാണ്: ഒട്ടകപ്പക്ഷിയുടെ അണ്ഡം. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ അണ്ഡമാണ് ഏറ്റവും വലിയ കോശം. മറക്കില്ലല്ലോ, ഒട്ടകപ്പക്ഷിയുടെ അണ്ഡമാണ് ഏറ്റവും വലിയ കോശം. കൂട്ടുകാരെ, അടുത്ത ചോദ്യം ഇതാണ്: പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ഉത്തരം H2N2 ആണ് പന്നിപ്പനിക്ക് കാരണമായ വൈറസ്. ഏതാണ്? പന്നിപ്പനിക്ക് കാരണമായ വൈറസാണ് H2N2. മറക്കാതെ പഠിച്ചോളൂ, H2N2. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന വസ്തു. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന വസ്തു ഏതാണ്? ഉത്തരം അന്നജമാണ്. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന വസ്തുവാണ് അന്നജം. മറക്കാതെ പഠിച്ചോളൂ, കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന വസ്തു അന്നജം. അടുത്ത ചോദ്യം: പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണമാണ് 4. എന്താണ്? പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണമാണ് 4. ഓക്കെ. അടുത്ത ചോദ്യം: പല്ലില്ലാത്ത തിമിംഗലം ഏതാണ്? ഉത്തരം ഇതാണ്: ബാലിൻ തിമിംഗലം. പല്ലില്ലാത്ത തിമിംഗലമാണ് ബാലിൻ തിമിംഗലം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നോക്കൂ. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏതാണ്? ഉത്തരം കാൽസ്യം. പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട മൂലകമാണ് കാൽസ്യം. മറക്കാതെ പഠിച്ചോളൂ, കാൽസ്യമാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട മൂലകം. അടുത്ത ചോദ്യം: പരാതമായ ഏക സസ്തനം. ഉത്തരം ഇതാണ്: വവ്വാൽ. പരാതമായ ഏക സസ്തനമാണ് വവ്വാൽ. ഏതാണ്? വവ്വാലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ. 5 ലോഹങ്ങളാണ്. അപ്പോൾ അതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. മറക്കാതെ പഠിച്ചു വെച്ചോളൂ. സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പാണ്. പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങളാണ് സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. ഓക്കെ. അടുത്ത ചോദ്യം: അക്കൗസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ശബ്ദമാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അക്കൗസ്റ്റിക്സ് എന്താണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നോക്കിയാലോ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഉത്തരം ഈഡിസ് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഏതാണ്? ഈഡിസ് കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് കൊതുക്. ഓക്കെ. അടുത്ത ചോദ്യം: തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ഡിഫ്തീരിയ. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. അപ്പോൾ എല്ലാവരും പഠിച്ചല്ലോ, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ. അടുത്തൊരു ചോദ്യം: ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്?
ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? ഉത്തരം വൃക്ക. ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? വൃക്കയാണ്. മറക്കാതെ പഠിച്ചു വെച്ചോളൂ. നെഫ്രൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വൃക്ക ഓർമ്മ വരണം. ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? വൃക്കയെ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഏതിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ഇതാണ്, ബാർലി. ബാർലിയിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ്. ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ആരാണ്? ഉത്തരം ഡെന്നിസ് ടിറ്റോ. ഡെന്നിസ് ടിറ്റോ ആണ് ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ്. ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ഡെന്നിസ് ടിറ്റോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ് നോക്കിക്കോളൂ, അടുത്ത ചോദ്യം ഇതാണ്. ECG എന്തിൻ്റെ പ്രവർത്തനമാണ് നിരീക്ഷിക്കുന്നത്? ECG എന്തിൻ്റെ പ്രവർത്തനമാണ് നിരീക്ഷിക്കുന്നത്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഉത്തരം ഇതാണ്, ഹൃദയം. ECG എന്തിൻ്റെ പ്രവർത്തനമാണ് നിരീക്ഷിക്കുന്നത്? ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ECG നിരീക്ഷിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ഉത്തരം സുക്രോസ് ആണ്. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? സുക്രോസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അടുത്ത ചോദ്യം, ഗ്ലാസിന് കടും നീല നിറം നൽകുന്നത് എന്താണ്? ഗ്ലാസിന് കടും നീല നിറം നൽകുന്നത്? ഉത്തരം കൊബാൾട്ട് ഓക്സൈഡ്. ഗ്ലാസിന് കടും നീല നിറം നൽകുന്നത് കൊബാൾട്ട് ഓക്സൈഡ് ആണ്. കൊബാൾട്ട് ഓക്സൈഡ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നട്ടെല്ലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി. നട്ടെല്ലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി. ഉത്തരം ഭീമൻ കണവയാണ്. നട്ടെല്ലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകിയാണ് ഭീമൻ കണവ. അടുത്ത ചോദ്യം, നട്ടെല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത്. നട്ടെല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധി ആർക്കാണ്? ഉത്തരം നീരാളിക്കാണ്. നമ്മളെ ചുറ്റിപ്പിണയുന്ന ഒരു ജീവിയാണ് നീരാളി. അപ്പോൾ നട്ടെല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാളിക്കാണ്. അടുത്ത ചോദ്യം, ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ്. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഐസക് പിറ്റ്മാൻ ആണ്. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പിറ്റ്മാൻ. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ എന്താണ്? പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ എന്താണ്? ഉത്തരം പോളിവിനൈൽ ക്ലോറൈഡ്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുത്. നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഇതാണ്, നീലത്തിമിംഗലം. നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുതാണ് നീലത്തിമിംഗലം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യം നോക്കിയാലോ? ചോദ്യം ഇതാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.